നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. നിരവധി ആരാധകരുള്ള താരമാണ് ഉർവശി. ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ വിളിക്കാൻ തുടങ്ങുന്നതിനും ഒരുപാട് കാലം മുൻപ് അതുപോലെ സ്വാധീനമുണ്ടായിരുന്ന നായിക. സ്ക്രീനിൽ ഉർവശിക്ക് അസാധ്യമായതായി ഒന്നും ഉണ്ടായിരുന്നില്ല. ഏതുതരം വേഷവും ഉർവശിക്ക് ചേരും. സ്ഥിരം നായികാ സങ്കല്പങ്ങൾക്ക് അപ്പുറത്തേക്ക് കടക്കുന്നതായിരുന്നു ഉർവശിയുടെ കഥാപാത്രങ്ങൾ. അഭിനയ മികവിൽ ഉർവശിക്ക് പകരമായി മറ്റാരുമില്ല എന്നാണ് ആരാധകർ പറയുന്നത്. കോമഡിയും വൈകാരികതയും എല്ലാം ഒരുപോലെ വഴങ്ങുന്ന ഉർവശി നിരവധി അവിസ്മരണീയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. സാക്ഷാൽ കമലഹാസൻ പോലും ഉർവശി എന്ന അഭിനേത്രിയെ പ്രശംസിച്ചത് മലയാളത്തിന് അഭിമാനമാണ്. ബാലതാരമായി അഭിനയ ലോകത്തേക്ക് വന്ന ഉർവശി ഇതുവരെ 700-ലധികം സിനിമകൾ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് അത്ഭുതവും തന്നെയാണ്. എന്നാൽ അത്രയധികം സിനിമകൾ ചെയ്തു എന്ന തോന്നൽ ഒരിക്കലും തനിക്കില്ല എന്ന് ഉർവശി മുൻപൊരിക്കൽ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം ഫിലിംഫെയർ പുരസ്കാരം ലഭിച്ച ഉർവശി ഓൺലൈൻ മീഡിയകളുടെ ചോദ്യത്തിന് നൽകിയ മറുപടി വാർത്തയായതാണ്. നടി ഗൗരി നന്ദയും നടൻ ഇന്ദ്രജിത്തുമാണ് ഉർവശിക്ക് അവാർഡ് നൽകിയത്. ഉർവശിയെ പോലൊരാൾക്ക് അവാർഡ് നൽകാൻ ഗൗരി നന്ദയെ പോലൊരാൾക്ക് അർഹതയുണ്ടോ എന്നായിരുന്നു മീഡിയകളുടെ ചോദ്യം. ചോദ്യത്തിൽ നീരസം തോന്നിയെങ്കിലും പക്വമായ ഉർവശി മറുപടി നൽകി. ക്യാമറയ്ക്ക് മുന്നിൽ ആരാണ് വലുതും ചെറുതും? എല്ലാവരും നല്ലതുപോലെ പെർഫോം ചെയ്താൽ അത് ശ്രദ്ധിക്കപ്പെടും. ആ കുട്ടിയും ആർട്ടിസ്റ്റ് തന്നെയല്ലേ എന്നായിരുന്നു ഉർവശിയുടെ മറുപടി. ഇപ്പോഴിതാ ഈ സംഭവത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ് ഉർവശി. മോഹൻലാലിനും മമ്മൂട്ടിക്കുമെതിരെ പരോക്ഷ വിമർശനം ഉർവശി ഉന്നയിച്ചു. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം. ഗൗരി എന്നയാൾക്ക് അവാർഡ് തന്നുകൂടെ? മറ്റൊരു അവാർഡ് ദാന ചടങ്ങിൽ മമ്മൂട്ടിയും മോഹൻലാലും ഉണ്ടായിരുന്നിട്ടും എനിക്ക് അവാർഡ് തന്നത് ചാക്കോച്ചനാണ്. ഷീലാമ്മയ്ക്ക് അവാർഡ് കൊടുത്തപ്പോൾ അതേ മമ്മൂട്ടി കയറി വന്നു. എന്നിട്ട് എന്നെ ഇറങ്ങിപ്പോകാൻ സമ്മതിച്ചില്ല. മമ്മൂട്ടിയുടെ സാന്നിധ്യത്തിൽ ഞാൻ വേണമായിരുന്നു താനും. മമ്മൂട്ടിക്കും മോഹൻലാലിനും എനിക്ക് അവാർഡ് തരാൻ പറ്റാത്ത രീതിയിൽ അവർക്ക് വല്ല മാനക്കേടുമുണ്ടെങ്കിൽ ഗൗരിയെ പോലൊരാളിൽ നിന്നും അവാർഡ് വാങ്ങിക്കാൻ എനിക്കൊരു മാനക്കേടുമില്ല. അതിന്റെ പേരാണ് ഉർവശി. എനിക്ക് കിട്ടിയത് ഫിലിം ഫെയർ അവാർഡാണെന്നും ഉർവശി പറഞ്ഞു. തമിഴ്നാട് സർക്കാരിൽ നിന്നും മികച്ച ഹാസ്യ നടിക്കുള്ള അവാർഡ്. എത്ര സിനിമകളിൽ കോമഡി ചെയ്തു. കോമഡിക്ക് എനിക്ക് അവാർഡ് കിട്ടിയില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പലർക്കും തോന്നും, പക്ഷേ അത് ഏറ്റവും വില കൂടിയ അവാർഡാണ്. തമിഴ്നാട് സർക്കാരിൽ നിന്നും തനിക്ക് ഈ പുരസ്കാരം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും ഉർവശി പറഞ്ഞിരുന്നു. ആദ്യമായാണ് മോഹൻലാലിനും മമ്മൂട്ടിക്കുമെതിരെ പരസ്യ വിമർശനം ഉർവശി നടത്തുന്നത്. ഒരു കാലത്ത് നിരവധി സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചവരാണ് ഇവർ. എന്നാൽ മോഹൻലാലിനും മമ്മൂട്ടിക്കും താരപദവി വന്നപ്പോഴും ഇവരുടെ നിഴലിൽ ആയിരുന്നില്ല ഉർവശി. ഒരു നായകന്റെയും നിഴലിലല്ല ഞാൻ നിന്നത്, ഇപ്പോൾ നിൽക്കുന്നതും. സംവിധായകന്റെ നടിയായിരുന്നു ഞാനെന്നും ഉർവശി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അതേസമയം ചടങ്ങിന് ശേഷം മടങ്ങിയ ഉർവശിയോട് ഓൺലൈൻ മാധ്യമങ്ങളിലെ യൂട്യൂബർ ചോദിച്ച ചോദ്യം വിവാദമായി മാറിയിരുന്നു. ഉർവശിയോട് യൂട്യൂബർ ചോദിക്കുന്ന വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പെട്ടെന്ന് പ്രചരിക്കുകയും ഇത് വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്തു. ഗൗരി നന്ദയെ അധിക്ഷേപിക്കുന്നതാണ് ഈ ചോദ്യമെന്ന് പലരും അഭിപ്രായപ്പെട്ടു. ചോദ്യം ചോദിച്ചയാൾക്കെതിരെ വലിയ വിമർശനമുയർന്നു. ഈ ചോദ്യം സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് ഗൗരി നന്ദ മറുപടിയുമായി എത്തിയത്. വളച്ചൊടിച്ച് വാർത്തയാക്കാൻ നോക്കിയ ആ ചേട്ടന് എന്റെ നന്ദി. ഇതായിരുന്നു ആ വീഡിയോയ്ക്ക് താഴെ ഗൗരി നന്ദയുടെ പ്രതികരണം. ഗൗരി നന്ദയുടെ പ്രതികരണത്തിന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 1000-ലേറെ ലൈക്കുകളാണ് ലഭിച്ചത്. അതേസമയം യൂട്യൂബറുടെ ചോദ്യത്തിന് വളരെ പക്വമായ മറുപടിയാണ് ഉർവശി നൽകിയത്. ചോദ്യത്തോടുള്ള അസംതൃപ്തിയും ഉർവശിയുടെ മുഖത്ത് പ്രകടമായിരുന്നു. ഉർവശിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: അവാർഡ് തരുമ്പോൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? നമുക്ക് അങ്ങനെയൊന്നുമില്ല. നമുക്ക് കിട്ടുന്ന പുരസ്കാരങ്ങൾ എന്ത് തന്നെയായാലും ആ പുരസ്കാരത്തിന് ഒരു വിലയുണ്ട്. പിന്നെ അവാർഡ് തരുന്നവർക്ക് അത് എത്ര ഹൃദയപൂർവ്വമാണ് തരുന്നത് എന്നതിലാണ് കാര്യം. ആർട്ടിസ്റ്റ് ക്യാമറയുടെ മുന്നിൽ വന്നാൽ ആരാണ് വലുതും ചെറുതും? നല്ലോണം പെർഫോം ചെയ്താൽ അത് ശ്രദ്ധിക്കപ്പെടും. ആ കുട്ടിയും ആർട്ടിസ്റ്റ് തന്നെയല്ലേ? ഇതായിരുന്നു ഉർവശിയുടെ മറുപടി. യൂട്യൂബറുടെ അപക്വമായ ചോദ്യത്തെ പക്വമായ മറുപടിയോട് നേരിട്ട് ഉർവശിക്ക് വലിയ കയ്യടിയാണ് ലഭിക്കുന്നത്. അതേസമയം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് ഗൗരി നന്ദ പ്രതികരിച്ചിരുന്നു. ഇതിലൊന്നും വലിയ ശ്രദ്ധ കൊടുക്കുന്ന ആളല്ല ഞാൻ. ഇത്തരം ചില യൂട്യൂബേഴ്സിന്റെ ചോദ്യങ്ങളും കാര്യങ്ങളെ അവർ അവതരിപ്പിക്കുന്നതിലെ നെഗറ്റിവിറ്റിയും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അത്രയേ ഉള്ളൂ. കണ്ടന്റ് ഉണ്ടാക്കാൻ ആളുകളെ തമ്മിൽ തെളിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ആ ചോദ്യം വരുന്നത്. കൃത്യമായ മറുപടി ഉർവശി ചേച്ചി അപ്പോഴേ കൊടുത്തു. എന്റെ പ്രതികരണം ആ വീഡിയോയ്ക്ക് താഴെ ഞാനും രേഖപ്പെടുത്തി. അത് അവിടെ കഴിഞ്ഞു. ഇന്ത്യൻ സിനിമയിലെ എക്കാലത്തെ മികച്ച നടിമാരിൽ ഒരാളാണ് ഉർവശി ചേച്ചി. ഞാൻ ഏറെ ആരാധിക്കുന്ന കലാകാരി. എന്നെ സംബന്ധിച്ച് എനിക്കൊരു വലിയ പുരസ്കാരം കിട്ടിയ ഫീലാണ്. ഉർവശി ചേച്ചിക്ക് പുരസ്കാരം കൊടുക്കുന്ന വേദിയിൽ നിൽക്കാനായി എന്നത് എനിക്കൊരു അവാർഡ് കിട്ടിയതുപോലെയാണ്. വളരെയധികം സ്നേഹത്തോടെ കരുതലോടെ എന്നോട് ഇടപെട്ടിട്ടുള്ള ആളാണ് ചേച്ചി. ഞങ്ങൾ ആ പരിപാടിക്കിടെ കുറെ നേരം സംസാരിച്ചിരുന്നു. തികച്ചും സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണത്. പിന്നാലെ ഇങ്ങനെ ഒരു കല്ലുകടി ഉണ്ടായപ്പോൾ എന്തിനാണ് അങ്ങനെ ഒരു ചോദ്യം എന്ന് മാത്രമേ തോന്നിയുള്ളൂ. യാതൊരു പ്രാധാന്യവുമില്ലാത്ത ഒന്ന്. എന്തായാലും ഇതിൽ കൂടുതലൊന്നും ആ വിഷയത്തിൽ സംസാരിക്കാനുണ്ടെന്ന് കരുതുന്നില്ല എന്നാണ് ഗൗരി നന്ദ പ്രതികരിച്ചത്.
അതേസമയം 40 വർഷത്തിലേറെയായി സിനിമാ ലോകത്ത് തിളങ്ങി നിൽക്കുന്ന നടിയാണ് ഉർവശി. തെന്നിന്ത്യ ഒട്ടാകെ ഒട്ടേറെ ആരാധകരുണ്ട് ഉർവശിക്ക്. സൂപ്പർ ഹിറ്റ് ചിത്രം കിലുക്കത്തിൽ രേവതി അവതരിപ്പിച്ച കഥാപാത്രത്തിനായി ആദ്യം കാസ്റ്റ് ചെയ്തത് ഉർവശിയായിരുന്നു. പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിന്റെ ചിത്രത്തിലും ആദ്യം സമീപിച്ചത് ഉർവശിയായിരുന്നു. എന്നാൽ ആ കഥാപാത്രം നഷ്ടപ്പെട്ടതിനെ കുറിച്ച് മുൻപൊരു അഭിമുഖത്തിൽ നടി പറഞ്ഞിരുന്നു. സിനിമാ ലോകത്ത് ഇത് പുതുമയുള്ള കാര്യമൊന്നുമല്ല. കഥാപാത്രങ്ങൾ ഒരുപാട് നമ്മളെ തേടിയെത്തും. പക്ഷെ എല്ലാം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ സമയം ഉണ്ടാകണമെന്നില്ല. ചിലപ്പോൾ കഥ നമുക്ക് ഇഷ്ടമാകണമെന്നില്ല. അങ്ങനെ പല കാരണങ്ങളുണ്ടല്ലോ. പിന്നെ അന്നൊക്കെ സിനിമയ്ക്ക് പുറകെ സിനിമ അങ്ങനെയാണല്ലോ. നമുക്ക് തീരെ സമയം കിട്ടില്ല. ചിത്രം ഒക്കെ എനിക്ക് നഷ്ടമായ സിനിമയാണ്. പിന്നെ ഉള്ളൊടുക്ക് പോലെയുള്ള ചില സിനിമകളിൽ ഈ കഥാപാത്രം നമ്മൾ തന്നെ ചെയ്യണമെന്ന് വാശി പിടിക്കുന്ന സംവിധായകരും ഉണ്ടെന്നും ഉർവശി പറഞ്ഞിരുന്നു. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.